ശ്രീ ടി കെ രാജ്മോഹൻ, ഇപ്പോൾ ലഹരിക്കെതിരായി ശക്തമായ നിലയിൽ പ്രത്യേക ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവ് വിപുലപ്പെടുത്തുന്നുണ്ട്, പരിശോധനകൾ ഊർജിതമാക്കുന്നുണ്ട്, അതിർത്തികളിൽ പരിശോധന. മാത്രമല്ല, മനോജ് എബ്രഹാം ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള കോർഡിനേഷൻ. അപ്പോൾ ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ യുദ്ധമുഖം തുറന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയുടെ മരണപ്പാച്ചിലാണോ സംഭവിക്കുന്നത്? അപ്പോൾ കാര്യമായ ഇളക്കം തട്ടുന്നുണ്ടല്ലേ മരണം? അത് നമ്മൾക്ക് ദൗർഭാഗ്യകരമാണ്. ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്, ഒരു മനുഷ്യനാണ് ഇല്ലാതായിരിക്കുന്നത്. അതിൽ കൂടി നമ്മൾ അനുശോചനം അല്ലെങ്കിൽ ആ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിരീക്ഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീ ടി കെ രാജ്മോഹൻ. തീർച്ചയായിട്ടും ഈ കേരള പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ സമൂഹത്തിൽ, പൊതുസമൂഹത്തിലെ ആ സമ്മർദ്ദം എല്ലാം കൊണ്ട് ഇപ്പോഴത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ആ ലെവലിലേക്കാണ് നമ്മുടെ ഈ പൊതുസമൂഹത്തിലുള്ള ചെറുപ്പക്കാരും യുവജനങ്ങളും സ്കൂളുകളിലും കോളേജുകളായാലും ശരി, അത് കൈവിട്ട മാതിരിയാണ് ഇപ്പം ഡ്രഗിൻ്റെ അതിപ്രസരം. അപ്പോഴത് ഇത് കൺട്രോൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം കേരള പോലീസ് വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള ഡ്രഗ് അഗെയിൻസ്റ്റിലെ ഒരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സിന്തറ്റിക് ഡ്രഗ് വളരെ ഈസിലി അവൈലബിൾ ആണ്. പാർട്ടി ഡ്രഗ് എന്ന് തന്നെ പറയാം. അത് സിന്തറ്റിക് ഡ്രഗിനെ പറയും, MDMA പറയും പാർട്ടി ഡ്രഗ്, അല്ലെങ്കിൽ എക്സ്റ്റസി ഡ്രഗ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകളുണ്ട് അതിന്. മോളി അല്ലെങ്കിൽ XTC, അങ്ങനെ പല പേരുകളുണ്ട് അതിൻ്റെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് വരുന്നത് പുറത്തുള്ള സംസ്ഥാനത്തു നിന്നാണ്. അതിൻ്റെ ഏറ്റവും ഉപഭോക്താക്കൾ നമ്മളാണ്. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈയും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ ഡിമാൻഡും ഉണ്ട്, ഇവിടെ സപ്ലൈ ഉണ്ട്. സപ്ലൈ എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങൾ, അതായത് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ആക്റ്റീവ് ഉള്ള സ്ഥലം. അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ഇത് ഒഴുകിയെത്തുകയാണ് പല മാർഗങ്ങളിലും. അത് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് പകർന്നുകൊണ്ട് അതിവിടെ ഒരു വ്യാപകമായിട്ട് സെയിൽ നടത്തിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സപ്ലൈ ചെയിൻ ഭയങ്കരമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യണം. ആ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിൻ്റെ ഡിമാൻഡ്, കാരണം സപ്ലൈ ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിലേ സപ്ലൈ കൂടുള്ളൂ. അപ്പോൾ ഡിമാൻഡും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഡിമാൻഡ് കുറക്കുക. അതിനാണ് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മളല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക. അങ്ങനെ ഈ മാരകമായ ഇതിൻ്റെ വിപത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, പൊതുസമൂഹത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക്, ടീച്ചർമാരെ അവരെ കുട്ടികളുടെ ഇതേപോലെ ഈ ക്ലാസ്സുകളിനെ കുറിച്ച് എടുത്തു കൊടുക്കുക. എന്ത് ഡേഞ്ചറസ് ആണ് പൊതുസമൂഹത്തിൽ ഇത് വരുത്തുന്നതെന്ന് മനസ്സിലാക്കുക, അവനവന് വരുന്ന ബുദ്ധിമുട്ട് എന്താ മനസ്സിലാക്കുക. അങ്ങനെ ഇതിൻ്റെ ആ പ്രോസസ്സ്, അതായത് ഈ ഡിമാൻഡ് പ്രോസസ്സൂടെ കട്ട് ചെയ്യുക. ഇതൊക്കെ അങ്ങനെ കൂടാതെ ഇതുമായി വ്യാപനം ചെയ്യുന്ന ആൾക്കാരെ പേരിൽ ശക്തമായ നടപടിയെടുക്കുക. വളരെ സിൻസിയറായിട്ട് പോലീസ് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ. ഇത് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വല്ലാത്തൊരു വിപത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് എല്ലാ ആയുധങ്ങളും നമ്മൾ പ്രയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു കേരള പോലീസ് അല്ലെങ്കിൽ സമർത്ഥമായിട്ടുള്ള കേരള പോലീസ് എന്തെങ്കിലും ഒരു പ്ലാൻ നടത്തിക്കഴിഞ്ഞാൽ അതിനെ വെല്ലുന്ന ശേഷിയിലേക്കാണ് ഇത്തരം ലഹരി സംഘങ്ങൾ അവരുടെ ആയുധങ്ങൾ അവർ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ണികളെ അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സസ് കണ്ടുപിടിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. അത് എക്സൈസുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ അവരുടെ പരിമിതികൾ വളരെ പ്രധാനപ്പെട്ടതായി അവർ പറയുന്നു. നമ്മൾ ഓരോ ദിവസവും മാതൃഭൂമി ന്യൂസ് ക്യാമ്പയിനൊക്കെ നൽകുമ്പോൾ ഈ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിൽ പോലും, ഇതിൻ്റെ ട്രയൽ സമയത്ത് പോലും പല രീതിയിലും പല കേസുകളും അടപടലം വീണു പോകുന്ന കേസുകളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എക്സൈസിൻ്റെയും ഈ സംവിധാനങ്ങളുടെയൊക്കെ ശേഷിക്കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ADGP മനോജ് എബ്രഹാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയൊരു പ്രതീക്ഷ അദ്ദേഹം കാണുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കോർഡിനേഷൻ. അത് പക്ഷേ ഒരു ഡെയിലി പ്രോസസ്സായി മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അപ്ഡേഷനോട് കൂടി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ, അത് നമ്മൾ എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി. അതങ്ങനെയാണല്ല, പരിമിതികളുണ്ട്. പോലീസിന് പരിമിതികളുണ്ട്, എക്സൈസിന് പരിമിതികളുണ്ട്. പക്ഷേ പരിമിതി കവർ ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കേസ് പിടിച്ച് ഒരു ഡ്രഗ് കേസ് പിടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പറായി എവിഡൻസ് കളക്ട് ചെയ്ത് ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇറ്റ് ഇസ് ഫുൾ പ്രൂഫ് ആയിരിക്കണം. നമുക്കറിയാം, ഇപ്പം ഈയിടെ ഒരു പ്രമാദമായ കേസിൽ നമ്മളൊരു സിനിമാ താരം, അദ്ദേഹത്തിൻ്റെ കേസിൽ അത് എക്വിറ്റിലായി പറയുന്ന കാരണങ്ങൾ, കോടതി പറഞ്ഞ ശ്രീ രാജ്മോഹൻ, അതായത് ഒരു ശരാശരി എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഒരു സാമാന്യ യുക്തി പോലും ഇല്ലാത്ത രീതിയിലാണ് ആ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ, ആ കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം തന്നെ ആ കേസ് ഇല്ലാതായി എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ കുറച്ചുകൂടി ഇത് ബോധവൽക്കരണം നടത്തുന്നത് അവർ നടത്തണം. കാരണം ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ നടത്തും, എന്താണ് ഈ ലാക്വിനാസ്, അതെങ്ങനെ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് നല്ല ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് കൊടുക്കും. കാരണം നമുക്കൊരു കേസ് ഡിറ്റക്ട് ചെയ്താൽ അത് കൺവിക്ഷനിൽ എൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ കേസ് പിടിച്ചു ഒരുപാട് കേസുകൾ പിടിച്ചുകൊണ്ടായില്ല, ആ പിടിച്ച കേസുകളെ പ്രതികളൊക്കെ കൺവിക്റ്റ് ചെയ്യണം. അങ്ങനെ കൺവിക്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഡിറ്ററൻ്റായ ഒരു നിയമത്തിൻ്റെ ഒരു പേടിയും അല്ലെങ്കിൽ നിയമത്തോടുള്ള ബഹുമാനവും ഒക്കെ ഉണ്ടാവുക കൺവിക്ഷൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ കൺവിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയും അതിന് പ്രാപ്തരാക്കണം. അങ്ങനെ ആരെയും ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ പ്രോപ്പറായ നടപടി വേണം. എന്നാൽ മാത്രമേ ഈ പരിശോധനാ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലതാമസങ്ങൾ ഇപ്പൊ എല്ലാ ജില്ലകളിലും പരിശോധനാ ലാബുകളൊക്കെ അല്ലെങ്കിൽ അത് പരിപോഷിപ്പിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അനിവാര്യമാണ്. അപ്പോൾ നമ്മളിതൊക്കെ വാക്കുകളിൽ അല്ലെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടോ കാര്യമില്ല, നടപടികൾ ആണ് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള കാലതാമസം ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഈ സൈബർ സംവിധാനം പോലും എക്സൈസിന് അവർ പറയുന്നത് അവർക്കൊരു സൈബർ ബിങ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു അപര്യാപ്തതകളല്ലേ ഇത്? അല്ല, അപര്യാപ്തകൾ ഈ സിസ്റ്റത്തിലുണ്ട്. ഈ സിസ്റ്റത്തിൽ അപര്യാപ്തകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുന്നത്. ആ അപര്യാപ്തകൾ കമ്പൈൻഡ് ആയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് മാറി എല്ലാവരും കൂടണം. അല്ലാതെ വെറും എക്സൈസ് മാത്രമാവേണ്ട കാര്യമില്ല. എക്സൈസും പോലീസും സർക്കാരും എല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഒഫൻസും ഒരു ക്രൈമും ഈ നാട്ടിലില്ല. പക്ഷേ അതിൻ്റേതായ ഒരു ദീർഘവീക്ഷണവും അതിൻ്റേതായ ആക്ടിവിറ്റിയും അതിൻ്റേതായ ഒരു സിൻസിയാരിറ്റിയും അതിൻ്റേതായ ഫ്രീ ഹാൻഡും പോലീസിനും ആ ഏജൻസിക്കും കിട്ടണം. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ചില വീഴ്ചകളുണ്ട്, ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഒരു എഫിഷ്യൻ്റായ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസൊക്കെ ആ ലെവലിൽ ഉയരുന്ന സാധനം തന്നെയാണ്, അല്ലാതല്ല. പക്ഷേ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ സപ്ലൈയും ഡിമാൻഡും ഈ അതിൻ്റെ ആക്ടിവിറ്റി എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന് എങ്ങനെ ബാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊരു വലിയൊരു ക്യാൻസറസ് ആയ സാധനമാണ്. ഇത് കാർന്ന് തിന്നു കാണും നമ്മുടെ രാജ്മോഹൻ അങ്ങേലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ NM അരുൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ അരുൺ, ഇന്നത്തെ സംഭവം എന്താണ്? അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിലയിരുത്തൽ കൂടി നടത്തുന്നത്. ഒരാൾ ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് ആ ലഹരി, ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പോലീസ് ആക്ട് ചെയ്തപ്പോൾ എല്ലാ ഇടങ്ങളും വിറയ്ക്കുന്നുണ്ട്. ആൾക്ക് ഈ ലഹരി എവിടേക്ക് അതിൻ്റെ ഒഴുക്കൊക്കെ തടയാൻ, കാരണം ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോയിലേറെ MDMA മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്നു. കിലോ കണക്കിന് 800 കിലോയോളം ഒക്കെ അളവിൽ കഞ്ചാവ് പിടിച്ചെടുക്കാൻ കഴിയുന്നു. അപ്പോൾ പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഇവർ നേരത്തെ TK രാജ്മോഹൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഗുരുതരമായ ഒരു അവസ്ഥ അതുകൂടി ചിന്തിക്കപ്പെടേണ്ടതല്ലേ? നമ്മളിന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 1-2 വർഷം അല്ലെങ്കിൽ കഴിയുമ്പോൾ ഈ യുവാക്കളുടെ ഇടയിലുള്ള മരണം, അത് ഈ 60 വയസ്സിലും 80 വയസ്സിലും ഒക്കെ ആളുകൾ അസുഖം വന്ന് മരിക്കുന്നത് പോലെ 30 വയസ്സിലും 25 വയസ്സിലും ഒക്കെ മരണപ്പെടുന്ന വാർത്തകൾ കൂടി വായിക്കേണ്ട ഒരു ഗതികേടിലേക്ക് സമൂഹം പോവുകയാണ്. എത്രത്തോളം ഗൗരവത്തോടെ ഇന്നത്തെ സംഭവത്തെ അടക്കം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ ഡോക്ടർ അരുൺ. ഡോക്ടർ, ആ ഓഡിയോ ഒന്ന് ഓണാക്കണേ, മ്യൂട്ടാണ്. വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ MDMA എന്ന് പറഞ്ഞ സംഭവം പല ആളുകളുടെയും വിചാരം അത് വളരെ സേഫ് ആയിട്ടുള്ള, നമ്മൾ ഈ എന്താ പറയാ, ഒരു മയക്കുമരുന്നും സേഫ് അല്ല എങ്കിലും മറ്റു ചില മയക്കുമരുന്നുകളെ പോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ നിർഭാഗ്യകരമായ ഇന്നത്തെ മരണത്തിൽ നിന്ന് തെറ്റിദ്ധാരണ ആളുകൾക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. MDMA ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സംഭവമാണ്. അത് മെത്തിലീൻ ഡയോക്സൈഡ് മെത്താംഫെറ്റമിൻ എന്നാണ് അതിന്റെ ഫുൾ പേര്. അത് പല രീതിയിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ച് ബ്രെയിൻ, ഹൃദയം, അതുപോലെ മറ്റേ ലിവർ, വൃക്ക മുതലായ എല്ലാ അവയവങ്ങളെയും കാര്യമായി ബാധിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇതില് ആദ്യത്തെ ചില ഡോസുകളൊക്കെ ആൾക്കാർ എടുക്കുമ്പോൾ അവർക്കൊരു സുഖവും സന്തോഷവും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഡോസ് മതിയാകും. ആ ഡോസ് കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങും. ഡോസ് കൂട്ടി ഉപയോഗിക്കുമ്പോൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ട് തന്നെയാണ് നിർഭാഗ്യവശാൽ ഒരു മരണം സംഭവിച്ചത്. പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈ ഹൃദയത്തിന്റെ ഇടിപ്പിൽ മാറ്റങ്ങൾ വരാം, ബ്ലഡ് പ്രഷർ പെട്ടെന്ന് വല്ലാതെ കൂടാം,
അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ വല്ലാതെ കൂടാം, അതുപോലെ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ ജലാംശം വളരെ കുറയാം, സോഡിയത്തിന്റെ വല്ലാത്ത കുറവ് വരാം, അതുകൊണ്ട് അപസ്മാരങ്ങൾ വരാം, അങ്ങനെ അബോധാവസ്ഥയിൽ വരാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മരണം ഉണ്ടായിരിക്കാൻ ഒരു കാരണം വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷമാണ്. ഓൾറെഡി നമ്മളെല്ലാം ഡീഹൈഡ്രേറ്റഡ് ആണ്. അതിന്റെ കൂടെ ദേഹം ഒഴുങ്ങിയിട്ട് ഓടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടും അതിലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കി. അതിനുശേഷം ചികിത്സ ഫലിച്ചില്ല, അതായത് ഒരു ആശുപത്രിയിൽ എത്തിയെങ്കിലും വേണ്ട രീതിയിൽ ചികിത്സ ഫലിച്ചില്ല എന്നല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, യുവജനങ്ങളും യുവാക്കളും എല്ലാം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള എല്ലാ മയക്കുമരുന്നുകളും മാരകമായ വിപത്ത്, മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇതിനെല്ലാം ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് ചെറിയ രീതിയിൽ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഇതിന് സുഖം തോന്നുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ അതേ ഡോസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് സുഖം കിട്ടില്ല. ടോളറൻസ് എന്ന് പറയും, ഡ്രഗ് ടോളറൻസ്. അപ്പൊ അതിന്റെ ഇരട്ടി ഡോസ് ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിന്റെയും ഡോസ് കൂട്ടേണ്ടി വരും. ഡോസ് കൂടുന്തോറും ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ മാരകമായിരിക്കും. പ്രധാനമായിട്ടും ബ്രെയിനാണ് ഉത്തേജിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഉത്തേജനമാണ് ഉണ്ടാവുക. ഹാലുസിനേഷൻ മാതിരിയൊക്കെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ തോന്നാം, ഇല്ലാത്ത ചില ശബ്ദങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ ഇല്ലാത്ത വിഷ്വൽസ് നമുക്ക് കാണാം. അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ സൂചിച്ച് രസിച്ചിരിക്കുകയും അതിന് ആ ഒരു എന്താ പറയാ, നമ്മളൊരു മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന രീതിയിലൊക്കെ തോന്നിയത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിലേക്ക് വീണ്ടും അടിമപ്പെടുകയാണ്. ഇതിനെതിരെ ഇന്നിപ്പോൾ നാട്ടിൽ അവശ്യ സാധനങ്ങൾ പലതും കിട്ടാനില്ല, പക്ഷേ MDMA, കഞ്ചാവ്, മറ്റ് രാസലഹരിയൊക്കെ യഥേഷ്ടം കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇന്നിപ്പോൾ എന്താ ഏറ്റവും ഒടുവിൽ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഒരു യുവതിയും മറ്റൊരു യുവാവും കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസവും മറ്റൊരു യുവതി. അപ്പോൾ ഒരുപാട് ഈ കൗമാരപ്രായക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നു. അതിലൊക്കെ ഇന്നത്തെ ഈ മരണം, കാരണം കൂടുതൽ ഡോസ് ചെന്നപ്പോഴാണ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുണ്ടായിരുന്ന ആ ശരീര അവസ്ഥ. അപ്പോൾ ഒരു സ്ലോ പോയിസണായിട്ട് ഇത് മാറുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അത് ആളുകളെ, ഈ ഉപയോഗിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ തലമുറയൊക്കെ തന്നെ പഠിപ്പിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റായി ഇത് ഇന്നത്തെ സംഭവം മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് പലരും പറയുന്നുണ്ട് എല്ലും പല്ലും ഒക്കെ തന്നെ കാലക്രമേണ പൊടിഞ്ഞു പോകുന്നു, ആ യുവത, ആ ശരീരം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു ഭീകര മുഖം കൂടി താങ്കളൊന്ന് പങ്കുവെച്ചാൽ. ഞാൻ പറഞ്ഞതിന് ക്രോണിക് ആയിട്ടുള്ള ടോക്സിറ്റി ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും ബ്രെയിനിന്റെയാണ്. നമ്മുടെ എന്താ പറയാ, ഡിമെൻഷ്യ, നമ്മുടെ ബുദ്ധി നശിക്കുന്നു. അതുപോലെ നമ്മുടെ എന്താ പറയാ, ഒരു റിഫ്ലക്സുകൾ, നമുക്ക് ഇവൻ നമ്മുടെ കൈകാലുകളുടെ പ്രവർത്തനങ്ങൾ തന്നെ, മസിലുകളുടെ പ്രവർത്തനങ്ങൾ തന്നെ നശിക്കുന്നു. ക്രോണിക് ആയിട്ട് ഇതിന്റെ ടോക്സിറ്റി പ്രധാനമായിട്ടും ബ്രെയിനിൽ, തലച്ചോറിലാണ് ഉണ്ടാകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവം. അത് ആളുടെ ഒരു ബുദ്ധി മരവിപ്പിച്ച് ബുദ്ധിമാന്ദ്യം വന്ന ഒരാളെ പോലെ രീതിയിലേക്കൊക്കെ ക്രോണിക് ടോക്സിറ്റി ഒരുപാട് പേരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മയക്കുമരുന്ന് MDMA തന്നെയാണ്. അതുപോലെയുള്ള എല്ലാ മയക്കുമരുന്നും ക്രോണിക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി അത് ഒരു തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലേക്ക് മാറും. തുടർച്ചയായിട്ട് ഉപയോഗത്തിലേക്ക് മാറുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും മാരകമായിട്ട് ബാധിക്കും. ഇന്ന് കണ്ടത് വളരെ പെട്ടെന്ന് കുറെ അധികം ഡോസ് ചെന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വ്യക്തി മരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ഒരു ദിവസം കൊണ്ടല്ല, ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കേണ്ട ആളുകൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് 30 വയസ്സിലോ 40 വയസ്സിലോ മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവര് സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത രീതിയിൽ, സമൂഹത്തിനോ കുടുംബത്തിനോ ഒരു ഗുണവും ചെയ്യാത്ത രീതിയിൽ ഒരു ജനത മുഴുവൻ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വിഷമകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൽ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളുടെ മാനസിക നില കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാവുന്ന കൗൺസിലിംഗ് പോലെയോ അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് പോലെയോ ഉള്ള ഇടപെടലുകൾ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ കാര്യമായിട്ട് വേണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ പലപ്പോഴും അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പലപ്പോഴും മറ്റു സഹപാഠികളും അധ്യാപകരും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കാം പലപ്പോഴും ഇതിലേക്ക് അടിമപ്പെടുന്നത്. അവർക്ക് പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉണ്ടാവാം. ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, അതുപോലെയുള്ള പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം പക്ഷെ നമുക്ക് പല രീതിയിലും ചികിത്സിച്ച്, മരുന്നുകൊണ്ടല്ലാതെയോ കൗൺസിലിംഗ് മുഖേനയൊക്കെ കൃത്യമായിട്ട് ചികിത്സിച്ച് അവർക്ക് മാറ്റാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും അവരുടെ ക്ലാസ്സുകളിൽ ഇതുപോലെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൗൺസിലിങ്ങും, അവരെ മാറ്റി നിർത്തി അവരോട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അവരെ ഏത് രീതിയിലാണ് ഇങ്ങനെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും എല്ലാവരും ഒരു ടീമായിട്ട് തന്നെ നമുക്കിത് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ തന്നെ ഇപ്പോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഞങ്ങളൊരു
വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ക്യാമ്പ് നടത്തിയത്. ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളിൽ ഒരു 4 ഡോക്ടർമാർ തീർച്ചയായും ചെയ്യണമെങ്കിൽ ചെയ്യാം, അതായത് വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കേരള പോലീസ് എല്ലാ ആയുധങ്ങളും എടുത്തൊരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെ സജ്ജരായപ്പോൾ എവിടെ എല്ലായിടത്തും ഈ ലഹരി പിടികൂടാൻ കഴിയുന്നുണ്ട്, കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഈ സപ്ലൈയും ഡിമാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിമാൻഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അതുകൂടി കണ്ടെത്തണം. ചർച്ചയിലേക്ക് ശ്രീ ടി കെ രാജ്മോഹൻ, ഈ ലഹരി മാഫിയൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സുകൾ, ആ സ്രോതസ്സുകൾ വെളിരാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നമുക്കൊരു പക്ഷേ ചെന്നെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഉള്ള മലയാളികളുടെ അടക്കം വലിയൊരു സംഘം തലപ്പത്തുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെറ്റ്വർക്ക് പൊളിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അതിൽ അങ്ങനെ ഒരു നീക്കം ഇച്ഛാശക്തി എന്ന വണ്ണം, ഇച്ഛാശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതറ്റവും വരെ പോവുക എന്നുള്ളതാണ്, യുദ്ധമുഖം തുറക്കുക എന്നുള്ളതാണ്, ആയുധങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല എതിരാളിയുടെ മർമ്മം നോക്കി തന്നെ അത് പ്രയോഗിക്കുകയും വേണം. അപ്പോൾ തിരിച്ച് റിയാക്ഷൻസ് എന്ത് രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കണം. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ മരണവും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. പോലീസിനെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചിട്ടിട്ടാണ് പോകുന്നത്. ആ വ്യക്തി, ആ ഉദ്യോഗസ്ഥൻ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് അല്ലേ ശ്രീ രാജ്മോഹൻ? തീർച്ചയായിട്ടും കാരണം ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്ന ഡ്രഗ് കാർട്ടൽ, ആ ഡ്രഗ് കാർട്ടലിൻ്റെ ഒരു ആക്ടിവിറ്റിയും അതിൻ്റെ ആ ഒരു കൊഹഷനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭീകരത ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന കൺട്രോളിങ് ഒരു പവർ സെൻറ്റർ ഉണ്ട്. ആ പവർ സെൻറ്ററും അതിൻ്റെ ആൾക്കാരും ഇത് ഏതറ്റം വരെ പോകും. അവർക്ക് അവരുടെ ഈ ഡ്രഗ് പെഡലിങ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അതൊരു വലിയ വാസ്റ്റ് സംഭവമായിട്ട് അത് സൊസൈറ്റിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെതിർത്താലും അവരെയൊക്കെ നാമവിശേഷമായിക്കൊണ്ട് അല്ലെ തിരിച്ചടിച്ചുകൊണ്ടോ ഇത് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇച്ഛാശക്തി വേണ്ടത്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ സപ്പോർട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ തൽക്കാലമെങ്കിലും ഈ ഡ്രഗ് കാർട്ടൽ മാഫിയ തൽക്കാലത്തെങ്കിലും അവരുടെ ആക്ടിവിറ്റി ഏരിയ മാറ്റും. അറ്റ്ലീസ്റ്റ് നമ്മളെ കേരളത്തിന് തൽക്കാലം അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും. അവരുടെ കാരണം വെച്ചാൽ നമ്മളിത് ഈ ഏരിയ അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഈ സോഷ്യൽ മീഡിയയും ബാക്കി കാര്യങ്ങളും ബാക്കി അവരുടെ ആക്ടിവിറ്റിയും ഇവിടെ അബണ്ടൻസ് ഓഫ് വെൽത്തും പൈസയും അല്ലെങ്കിൽ പല ആൾക്കാരും എവിടെയാണെന്നുള്ള ആ ഒരു സൊസൈറ്റിയിലത്തെ നമ്മുടെ സൊസൈറ്റിയിലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ലൊരു മേച്ചിൽപ്പുറാണ് അവർക്ക്. അപ്പോൾ കേരളം പോലെയുള്ള സ്ഥലം മാറ്റിപ്പിടിക്കാൻ വേണ്ടി അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. അതിനാണ് ഇതുപോലുള്ള ഫൈറ്റ് വേണ്ടത്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ പോലീസും സംവിധാനങ്ങളൊക്കെ അതിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളെ ഇയാൾ മരിച്ചിരിക്കണം. അപ്പം എല്ലാവരും മരണം വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മരിച്ചതല്ലേ, അതുകൊണ്ട് എന്താണ് പോലീസ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. ദയവ് ചെയ്ത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇവർക്കൊക്കെ മരണത്തിന് വ്യാപാരികളാണ് ഇവർ. ഈ മരണത്തിന് വ്യാപാരികളായ ആൾക്കാർക്ക് മരണം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖിക്കണോ? യെസ്, എല്ലാ മരണവും ദുഃഖിക്കാനുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സൊസൈറ്റി അങ്ങനെ കാണണം. കാരണം ഈ സൊസൈറ്റി കൊടുക്കേണ്ട എല്ലാ സപ്പോർട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചവർ കൊടുത്ത് നമ്മുടെ സമൂഹത്തും അറ്റ്ലീസ്റ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് തീരാവ്യാധി മാറ്റി പുറത്തേക്ക് അയക്കുക. അതിനാണ് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അതിനാണ് എല്ലാവരുടെയും സഹായങ്ങളുള്ളത്. അതിനാണ് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് പല വീഴ്ചകളുണ്ടെങ്കിലും നമ്മൾക്ക് ചില പരിമിതികളുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ കുറവാണ്, ഡീടോക്സിക് സെൻറ്റർ കുറവാണ്. അതിൻ്റെ എണ്ണം കൂട്ടുക, കുട്ടികളുടെ കൂടുതൽ ഇതിനെ ബോധവൽക്കരണം ഉണ്ടാക്കുക, പാരൻസിനെ ഇതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക. കാരണം അവരെ മക്കൾ എങ്ങോട്ട് പോകുന്നു അവർക്കറിയില്ല. അവരെ മക്കൾ സ്കൂളിൽ പോവുകയാണ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. പക്ഷേ ആ സമയത്ത് അവർ സ്കൂളിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവരാരാണ് ബന്ധപ്പെടുന്നത്? അവരെ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. പ്രോപ്പർ പാരൻറ്റിങ് വേണം. ഈ പാരൻസിന് അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധവമായി കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ റിഫോംസിൻ്റെ പല സോഷ്യൽ ആക്ടിവിറ്റിയിൽ പല ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്മോഹൻ സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പറഞ്ഞു വരുന്നതും. ശ്രീ എൻ എം അരുൺ, അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്, കാരണം എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ വേണം. അവിടെയൊക്കെ IMA പോലെയുള്ള നിങ്ങളുടെയൊക്കെ സംവിധാനത്തിന് കൂടി എന്ത് സംഭാവനകൾ ഇടപെടൽ നടത്തുന്നുണ്ട്, കുറച്ചുകൂടി കാര്യക്ഷമയോടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഈ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ രോഗികളായിട്ട് എത്താറുണ്ട് പല രീതിയിൽ. പലപ്പോഴും നമ്മളത് ചെറിയൊരു അഡിക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ
ഒരു പാരന്റിന്റെ കൂടെ അല്ല വരുന്നുണ്ടാവുക, അവർ ഒറ്റയ്ക്ക് വരുന്നതായിരിക്കാം, കൂട്ടുകാരായിട്ട് വരുന്നതായിരിക്കാം. പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ തന്നെ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ പാരന്റിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുമെങ്കിലും നമുക്ക് അതിനുള്ള സംവിധാനമൊന്നുമില്ല. ആരാണ് പാരന്റ്, ഒരു വീട് എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അപ്പോ അങ്ങനെ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ടാവാം ചിലപ്പോൾ ഇതിന്റെ ചില ടോക്സിക് എഫക്ട്സ് ആയിട്ട് അത്യാഹിത വിഭാഗത്തിൽ ചില ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ചിലപ്പോൾ 1-2 പേര് വരും, 18-20 വയസ്സുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. നമുക്ക് മനസ്സിലായിട്ട് അവരെന്തോ ഡ്രഗിന്റെ കാരണമാണ്, നമ്മൾ എന്താ അപ്പത്തെ ചികിത്സ എടുത്തിട്ട് വിടും. പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു സാധിക്കുമെങ്കിൽ അവരുടെ പിന്നിലേക്ക് പോകാൻ വേണ്ടി ഒരു കോർഡിനേറ്റർ, ഒരു ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾ ഈ നമ്പർ വിളിക്കുന്ന ഒരു വ്യക്തി പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് പിന്നാലെ പോകാൻ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം സാധിച്ചു എന്ന് വരില്ല. അതിന് വേറെ സംവിധാനം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നാലെ നമ്മൾ പോയിട്ട് എന്തുകൊണ്ട് ഇതിന് അടിമയാവുന്ന അവർക്ക് പലപ്പോഴും അവർക്ക് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷയില്ല. അവരതിൽ അഡിക്റ്റഡ് ആയി. അപ്പൊ അതിന് ഡി അഡിക്ഷൻ സെന്റേഴ്സിലേക്ക് അവരെ ആക്കുകയും അതിനെന്തെല്ലാമാണ് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക എന്നെല്ലാം നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരിയാണ്, ഡോക്ടർമാർക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാവർക്കും ഇതിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പാരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകൾക്കും കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയില്ല. കുട്ടികൾ റിബലാവുമ്പോൾ അവരെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ കുട്ടികൾ റിബലാവുമ്പോൾ അത് എങ്ങനെ അവരെ മാറ്റാം എന്നുള്ള കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അധ്യാപകരായാലും പാരന്റ്സ് ആയാലും കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ രീതിയിലുള്ള അതാണ് കാലഘട്ടത്തിന്റെ അനിവാര്യം. ആക്ഷൻ ആൻഡ് അവയർനെസ്, അതായത് പോലീസും മറ്റ് സംവിധാനങ്ങളും ഉണർന്നുകൊണ്ടൊരു ആക്ഷൻ ഒരു സൈഡിൽ കൊണ്ടുപോവുക, അവയർനെസ് നേരത്തെ പറഞ്ഞതുപോലെ അത് കാര്യക്ഷമമായി. നമുക്ക് ശീഘ്രം എന്ന വാക്കാണ് വളരെ ആപ്റ്റ്, കാരണം സമയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് അതിവേഗം നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് അതിനെ ഒരു പരിധിവരെയെങ്കിലും ചെറുക്കാൻ കഴിയുകയുള്ളൂ. വളരെയധികം നന്ദി ടി കെ രാജ്മോഹൻ, ഒപ്പം തന്നെ ഡോക്ടർ NM അരുൺ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്.